ജാവിയയിലേക്കോ കുരുവട്ടൂരിലേക്കോ ഞാൻ ക്ഷണിക്കുന്നില്ല. നിങ്ങൾ മരണനേരം കുടുങ്ങാതിരിക്കാൻ ഒരു മശായിഖിനെയും ഈ വ്യാജ ഉലമാക്കൾ പിഴച്ചതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിന്ദിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എസ്എസ്എഫുകാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷേ ഒരേറ്റ ധൈര്യം എന്റെ കൂടെയുണ്ട്, എന്റെ ശൈഖുന. പിന്നെ വേറൊരു റിയൽ സംഭവം, നമ്മളെ മുമ്പിൽ ലൈവായി കണ്ട ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ പറഞ്ഞ ഈ മനുഷ്യനേക്കാളും ഇപ്പൊ ഈ ഔസ്മാനെടുത്തിട്ട് ഈ സംസാരിക്കുന്ന ഇയാളെക്കാളും ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളനോട് അടുത്ത ആളായിരുന്നു ഈ സാലിഹ് എന്ന് പറയുന്ന മുലിയാർ. ആളാരാണെന്ന് പറയേണ്ടതിലോ വിശദമായിട്ട് പലർക്കും അറിയാം. ഈ സാലിഹ് എന്ന് പറഞ്ഞ മുലിയാർ ഇയാളെ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ കൂടെ എടുത്തും വലത്തുമായിട്ട് ഇങ്ങനെ നിന്ന ഒരു മനുഷ്യനാണ്. ഇയാൾ പോലെയല്ല, ഒരു മുലിയാരുമാണ്, ബിരുദെടുത്ത മുലിയാരുമാണ്. അയാള് നെല്ലാങ്കണ്ടിയിലുള്ള എൻ്റെ നാടിൻ്റെ അടുത്ത്, എൻ്റെ നാട്ടിൽ തന്നെ നെല്ലാങ്കണ്ടിയിലുള്ള അയാൾ ഒരു കുടുംബ വീട്ടിൽ വന്നിട്ട് സ്വർണം മോഷ്ടിച്ചു പോയില്ലേ, ഇയാൾക്ക് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ മനുഷ്യന്, ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള, ഈ സാലിഹ് എന്ന് പറയുന്ന ഇടത്തും വലത്തും നിന്നിട്ട് കൂടെ നിന്നിരുന്ന സാലിഹിനെ ഈ പിന്നെ എന്താ പറയാ തർബിയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലേ? ചോദിക്കട്ടെ. ഇങ്ങനെ കള്ളനാക്കുക ചെയ്യുന്ന ഒരു മുറബിയ ഷേഖ് മുരീദിനെ കള്ളനാക്കുക, എന്നിട്ട് നാട്ടിൽ വഷളാക്കുക. അയാൾ വഷളായില്ലേ? നാട്ടിൽ ഇതാക്കി നിൽക്കാൻ പറ്റുമോ? കുടുംബത്തിലും നാട്ടിലൊക്കെ വഷളായില്ലേ? ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ, ഞങ്ങൾ നാട്ടുകാരാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് എന്ത് തർബിയത്താ? എന്നിട്ട് ഈ സാധു അവസ്മാരം ഇളകിയിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, വലിയ വർത്താനം. അത് ചിന്തിക്കണ്ടേ? കൂടെ ഉണ്ടായിരുന്ന സാലിഹ് പടാള്, അതുപോലെ തന്നെ സുനീർ, എന്റെ പഠിച്ചവനെ, കുരുവട്ടൂരുള്ള സുനീർ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ വീടിന്റെ തൊട്ടവർക്കാരനാണ്. ഇവര് ഈ ഒരു വിങ്, അതായത് ഇവർക്കൊരു എന്താ തരീക്കത്ത് സംഘടന ആവുന്നതിന് മുമ്പേ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ കൂടെ എല്ലാറ്റിനും ഉണ്ടായിരുന്നത്. മറുപടി പറയാനും ഓൺലൈൻ മുഫ്തിയായിട്ട് പ്രധാനമായിട്ടുണ്ടായിരുന്ന ആളാണ് ഈ സുനീർ കുരുവട്ടൂർ എന്ന ആള്. ഈ സുനീർ കുരുവട്ടൂർ ഇപ്പൊ പെട്ടിരിക്കുന്നത് എന്തിനാ? ഒരു പെണ്ണുമായിട്ട് അനാവശ്യം. അത് അതിന്റെ വീഡിയോ പുറത്തു വിടാൻ നമുക്ക് ലജ്ജ ഉള്ളത് കൊണ്ടാണ് അതിന്റെ വീഡിയോ നമ്മൾ പുറത്തു വിടാത്തത്. വീഡിയോ വരെ പുറത്തായി, ഇവൻ കാണിക്കുന്ന തോന്നിയാസം. ആദ്യം എന്റെ വോയിസ് മാത്രമായി പുറത്തു വന്നത്. അപ്പൊ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഈ നൗഷാദ് പുറത്തു വന്നു. പക്ഷെ വീഡിയോ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ നൗഷാദും പയ്യോട്ട് വലിഞ്ഞു. ഈ സുനീറും എൻ്റെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം അതിൽ മാറ്റി, അത് ആ നമ്പറൊക്കെ ഒഴിവാക്കി ഒളിച്ചിട്ട് പോയി. ഇപ്പൊ സുനീർ ഏടാണ്? ഈ സുനീറിനെ ഇത്രയും അന്യ പെണ്ണുങ്ങളോട് തോന്നിവാസം കാണിക്കുകയും ആ വ്യഭിചാരം ചെയ്യുന്ന ശിഷ്യനാണ് സ്വന്തം കൂടെ ഉള്ളത്. ആർക്ക്? ഈ പിന്നെ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക്. അപ്പൊ ഈ സുനീറിനെ ഏറ്റവും അടുത്ത മുരീദിനെ തർബിയത്ത് ചെയ്യാൻ കഴിയാത്ത ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളനാണ് ഈ സാധുവിന് വേണ്ടത്. ആരെക്കാളും? കിതാബിൽ മാത്രം ജീവിച്ച്, മുതആലയും കിതാബും ദർസും മാത്രം ജീവിച്ച്, ജീവിതം മുഴുവൻ തഖ്വയിലും താഴ്മയിലും എളിമയിലും ഇഖ്ലാസിലായി ജീവിക്കുന്ന ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഈ ആലിമീങ്ങളൊക്കെ വിട്ടിട്ട് ഈ കാട്ടുകള്ളനാണ് ഇവന് വേണ്ടത്, ഈ സാധുവിന് വേണ്ടത്. ഇയാൾക്ക് ഭ്രാന്തല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ഭ്രാന്ത്. ഇത് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ ഏതാ ഭ്രാന്ത്? ഈ സാധു പറയുന്നത് നോക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ജാതി ലിങ്കുകളൊന്നും ഫോർവേഡ് ചെയ്യരുത്. അതേപോലെ ഞങ്ങളുടെ നാട്ടിലൊരു ഈ വട്ടൂരുണ്ടായിരുന്നു, കായക്കോട് സലീം എന്ന് പറയും. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഈ ചങ്ങായി വരുത്തുന്നുണ്ട് കോമാട്ടുചാലിലൊക്കെ. പിന്നെ ഈ റബീ ലെവലൊക്കെ വരും. എന്നിട്ട് വരുന്നവർക്കൊക്കെ പൈസ ഒക്കെ കൊടുക്കും. കുറെ എസ്കാരൊക്കെ പോവും, പൈസ കിട്ടുന്നല്ലേ. അപ്പോൾ ആ ചങ്ങായി ഇപ്പോൾ നാട്ടിൽ ആകെ വഷളായി BJP പോയി. അങ്ങനെ ഇവൻ BJP പോയതിന്റെ ശേഷം എന്താ ഈ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ആരും ഈ കല്യാണത്തിന് വിളിച്ച കല്യാണത്തിന് വരണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഇങ്ങനത്തെ അത്യപൂർവമായ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാണ്. ലൈവിൽ ഇരുന്നിട്ട് ലൈവ് കേൾക്കുക. ഏകരുണ്ട് ലൈവിൽ ഇരുന്നിട്ടാണിത്. യൂട്യൂബിലെ ലൈവ് തുറന്നിച്ചിട്ട് അങ്ങനെ കേൾക്കുക. എല്ലാത്തിനും വെച്ചിട്ട് അതാണ് ഇടകളെ ആളെ എണ്ണം കൂടി എന്ന് അറിയുന്നത്. എവിടുന്നിട്ടാണ് ഇത് ക്ലാസ് കൊടുക്കണം മറ്റേക്ക് എല്ലാവരും ലൈവ് തുറന്നിക്കണം എന്നുള്ളത് നോക്കിയാൽ എല്ലാത്തിനും. ഇതിപ്പോൾ പൈസയിൽ 2 സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോ ഇവിടെ വിട്ടേന്ന് ഞാൻ എടുത്തതാണിത്. ഇനി മറ്റൊക്കെ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഈ ലൈവ് തുറന്നിക്കണം എന്നുള്ള ക്ലാസ് കൊടുക്കുമ്പം അതും താത്തി പിടിച്ചാണ്ടി എന്ന് പറയാനുള്ള ഒരു മര്യാദയും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ആ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല. ലൈവ് തുറന്നിക്കണം എന്നുള്ളത് കിട്ടിയിട്ടുള്ളൂ. അത് മത്സ്യച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്താ ഒരു അന്തം വേണ്ടേ? അല്ല, അത് കുറെ ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെ